ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമ്മെ എല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ആ ഒരു ദൈവത്തെ ഒരു നിമിഷം ആ ഒരു കർത്താവിൻ്റെ സന്നിധി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പ്രിയ പിതാവേ, തന്ന നല്ല സമയത്തിനാണ് നന്ദി കർത്താവേ. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാണ്. കർത്താവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ കർത്താവേ. അതിനായിട്ട് അടിയങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ, അങ്ങ് ആ ഒരു നിത്യതയുടെ കർത്താവേ, ആ ഒരു നിത്യത അടിയങ്ങൾക്കെല്ലാം തന്നിരിക്കുക കർത്താവേ. ആ ഒരു നിത്യതയ്ക്ക് മാത്രം ഉതകുന്ന കാര്യങ്ങൾ കർത്താവെ, അതിനായിട്ട് അടിയങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, സഹായിക്കണമേ കർത്താവെ. വചനം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. അത് അടിയങ്ങളുടെ ഹൃദയങ്ങളോടും ജീവിതത്തോടും ഓരോ മേഖലയോടും പ്രവർത്തിക്കണമേ കർത്താവെ. സഹായിക്കണമേ കർത്താവെ. വന്നതുപോലെ അല്ല കർത്താവെ, ഓരോ മീറ്റിങ്ങിലും അടിയങ്ങളുടെ വന്നതുപോലെ മടക്കി അയക്കല്ലേ കർത്താവെ. ആത്മാവിൻ്റെ നിറവോടുകൂടെ മടങ്ങിപ്പോവാൻ, അതിനായിട്ട് വില കൊടുക്കാൻ അടിയങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ കർത്താവെ. അടിയങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങൾ കുറവുള്ളവരാണെന്ന് അങ്ങയുടെ സന്നിധിയിൽ ഏറ്റു പറയുന്നു കർത്താവെ. അടിയങ്ങളോട് കരുണയുണ്ടാവണേ കർത്താവേ. അങ്ങയുടെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം യേശുവേ. അങ്ങല്ലാതെ അടിയങ്ങളെ നടത്തുവാൻ ആരുമില്ല യേശു കർത്താവേ. അങ്ങയുടെ നാമം, ആ ഒരു നാമത്തിനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് അടിയങ്ങളെ വിളിച്ചിരിക്കാൻ അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു നന്ദി കർത്താവ്. എല്ലാ മഹത്വം അങ്ങ് യേശു കർത്താവ് നാമം തന്നെ. ആമീൻ. നമ്മളിന്ന് സങ്കീർത്തനം കേട്ടു 32. അതിനകത്ത് ആദ്യത്തെ ആ ഒരു വാക്യം, അതായത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചു. നമുക്കറിയാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതിരിക്കുക. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുക. ആത്മാവിൽ കപടമില്ലാത്തൊരവസ്ഥ, അത് എത്ര വലുതാണ്. അതായത് നമ്മുടെ ആത്മാവ് കറപ്റ്റായി പോരുത്. നമ്മുടെ ആത്മാവാണ് ദൈവത്തോട്, അതായത് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്ന നമ്മുടെ ആത്മാവാണ്. ആ ഒരു ആത്മാവിൽ എപ്പോഴും ഒരു ശുദ്ധി, അതായത് ആ ഒരു ആത്മാവ് എപ്പോഴും ഒരിക്കലും ആ ഒരു കപടമില്ലാതിരിക്കാൻ നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണമെന്നുള്ളൊരു കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വചനമാണ്. അതുപോലെ തന്നെ അത് നമുക്കറിയാവുന്ന വചനമാണ്. ഇത് വളരെ വ്യാഖ്യാനിക്കാനുണ്ട്. എന്നാൽ ഏറ്റവും താഴോട്ട് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് 10 പറയുന്നുണ്ട്, ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഉണ്ട് വേദന, എന്നാൽ അതിൽ ദൈവത്തിൻ്റെ ആ ഒരു ദയ ഉണ്ടായിരിക്കും അവരുടെ മേൽ. ദുഷ്ടനെ സംബന്ധിച്ച് അവൻ ആശ്രയിക്കാൻ ഒന്നുമില്ല, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവനോ അവൻ ആശ്രയിക്കാനുണ്ട്. ആ ഒരു ദൈവത്തിലാണ്. നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ അവസാനം പറയുന്നുണ്ട്, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കുവീൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിക്കുവീൻ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, ബി ഗ്ലാഡ് ഇൻ ദ ലോർഡ് ആൻഡ് റിജോയ്സ് യു റൈച്ചസ് ഓൺസ് ആൻഡ് ഷൗട്ട് ഫോർ ജോയ് all you who are upright in heart. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആ ഒരു കർത്താവിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു കർത്താവിനായിട്ട് നന്ദി പറയാം. നമ്മെ ഓരോരുത്തരെയും നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് ആ ഒരു കർത്താവ് ഓരോ ദിവസവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മെ എല്ലാവരെയും വഴി നടത്തുന്നത്. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേട്ടു, അതായത് ആ ഒരു കർത്താവിൻ്റെ ആ ഒരു നിത്യസ്നേഹത്തെക്കുറിച്ച്. ആ ഒരു നിത്യസ്നേഹം ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു പാട്ട് പാടി, നാമവിമുക്തന്മാർ, അതിനകത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കി? അതിനകത്ത് കൃപയെക്കുറിച്ചാണ് പറഞ്ഞത്. മൊത്തം എന്തുവാ കൃപ? നമുക്കറിയാവുന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കണം. പക്ഷേ കൃപയെന്ന് പറഞ്ഞാൽ ഒരു സത്യമുണ്ട്. നമ്മളെപ്പോലുള്ള എല്ലാ വ്യക്തികളും അർഹിച്ചിരുന്നത് നരകം മാത്രമായിരുന്നു, അഗ്നി നരകം മാത്രമായിരുന്നു. അതിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തതാണ് കൃപ. അതായത് അർഹതയില്ലാത്തടുത്ത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദൈവത്തിൻ്റെ ശക്തിയാവാം, എന്ത് തന്നെ ആയാലും നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും പറയുവാനില്ല. എന്തെങ്കിലും ഒരു അർഹത ഏതെങ്കിലും കാര്യത്തിൽ അവകാശപ്പെടാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? കർത്താവ് തന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞതുപോലെ ആ ഒരു ദൈവം, ആ ഒരു കർത്താവ് അവൻ്റെ ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്തതാണ്. നമുക്ക് നന്ദി പറയാം. നമുക്കൊരു വചനം വായിക്കാം. എനിക്ക് ആരെങ്കിലും സഹോദരിമാരിൽ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ച് തരണം എനിക്ക്. അതായത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലോട്ട് പോകാം. അതായത് റോമർ 2:4, 4, 5 ഒന്ന് വായിച്ചാലോ? നിർത്തി വായിക്കാൻ നമുക്ക് വളരെ അനുഗ്രഹമായിരിക്കും. നമുക്ക് റോമർ 2:4. എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുമോ?
എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വെക്കുന്നു. യെസ്, ഏഞ്ചൽ ഒന്ന് വായിക്കാം ഇംഗ്ലീഷിലെ. Or do you despise the riches of his goodness, forbearance and long suffering, not knowing that the goodness സ്പീഡിലല്ല, of God leads you to repentance? 4-5. But in accordance with your hardness and your impenitent heart, you are treasuring up for yourself wrath in the day of wrath and revelation of the righteous judgment of God. യെസ്, നമ്മൾ വായിക്കുമ്പോൾ നിർത്തി വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ വളരെ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ബൈബിൾ എന്തിനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകണം. അതിനാണ് പറയുന്നത് നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം അതാ. നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പം പിന്നൊരു കാലത്ത് നമ്മളത് വായിക്കുമ്പോഴോ പിന്നെ ദൈവം നമ്മെ കാണിച്ചു തന്നത് നമുക്കൊന്ന് നോക്കുമ്പോഴോ നമുക്ക് ആ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു വലിയ വ്യക്തത കിട്ടും. നമുക്ക് അതിനായിട്ട് ദൈവത്തോട് നന്ദി പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ അതായത് ഇപ്പം ആരാവട്ടെ, ഇപ്പം ബിജുതറാവട്ടെ, ആരാണെങ്കിലും വന്നിരുന്ന് വചനം വായിക്കുമ്പോഴത്തേക്ക് ആ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ബൈബിളിലൂടെ ഒന്ന് കടന്നു പോയാൽ വളരെ അനുഗ്രഹമായിരിക്കും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളത് വായിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അത് പതിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ അതായത് ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അതായത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തെറ്റ് പറ്റിയെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ആ നരകത്തിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ അനർത്ഥം സംഭവിക്കുമെന്നോ. കർത്താവ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്ന ഒരു വലിയ വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട് അവിടെ. അതായത് ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിൽ നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണ്ടമായി പോകരുത് എന്നുള്ളൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിടെ ഓർപ്പ്. ഇതിനോട് ചേർത്ത് തന്നെ, അതായത് ഇതിലോട്ട് നമുക്ക് തിരിച്ച് മടങ്ങി വരാം. ഇതിനോട് ചേർത്ത് തന്നെ 2 കൊരിന്ത്യൻസ് 7:1 കൂടെ ഒന്ന് വായിക്കണേ. 2 കൊരിന്ത്യൻസ് 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. യെസ്, അതിനകത്തൊരു എഞ്ചലൊന്ന് വായിക്കാം. Therefore, having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. യെസ്, ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കർത്താവ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ദൈവഭയത്തിൽ. ഇത് എത്രത്തോളം ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവഭയത്തിൽ. യെസ്, ആത്മാവിലെയും ജഡത്തിലെയും കന്മഷം നീക്കി, അതായത് കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ. ഈ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മിസ്സാവുന്നത്, ദൈവഭയം. അതായത് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ആ ഒരു ദൈവഭയം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ചടങ്ങായിട്ട് തീരും. പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഞാൻ നരകത്തിലാണ് എത്തുന്നത് എന്നുള്ളതല്ല. കർത്താവ് നമ്മെ നടത്തുമെന്ന് പറഞ്ഞാൽ അന്ത്യത്തോളം നടത്തും. അത് കർത്താവിൻ്റെ വിശ്വസ്തത. നമ്മളെല്ലാവരും കാണുന്നതിനേക്കാൾ ഏറ്റവും വിശ്വസ്തനാണ് അവൻ. അല്ല എന്നുണ്ടെങ്കിൽ പിതാവ് യേശു കർത്താവിനെ തന്ന് നമ്മെ വീണ്ടെടുക്കണ്ട. പലപ്പോഴും നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള രക്ഷ നമ്മുടെ എന്തിനു വേണ്ടിയാണ് ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെടേണ്ടത്? അവൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള കാര്യം ഒന്നല്ല പറയുന്നത്. എന്തിനു വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടേണ്ടത്? അവൻ രക്ഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ ആ ഒരു വലിയ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് അവൻ രക്ഷിക്കപ്പെടേണ്ടത്. ഈ ഒരു രക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ നമുക്കില്ലെങ്കിൽ പിന്നെ ബാക്കി ഒന്നും പണിതിട്ട് ഒരു പ്രയോജനമില്ല. ഇന്നിപ്പം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആത്മാവിലെയും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ. ഈ ഒരു പോയിന്റ്, അതായത് അത് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്രം ഓൾ ഡിഫൈൽമെൻറ്റ് ഓഫ് ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്, പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്. ഈ ദൈവഭയം പലയിടത്തും നോഹയുടെ കാര്യം പറയുമ്പോഴുണ്ട്, യേശു കർത്താവിൻ്റെ കാര്യം പറയുമ്പോഴുണ്ട്, അതുപോലെ തന്നെ പത്രോസിൻ്റെ കാര്യം പറയുമ്പോഴും അവിടെയും പത്രോസും പറയുന്നുണ്ട് നമ്മൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്നുള്ളൊരു കാര്യം. നമുക്ക് ഈ ഒരു ദൈവഭയമില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവഭയമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാര്യം നമുക്ക് വായിക്കാം, പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, നമുക്കിത് ചേർത്ത് നോക്കാം പെട്ടെന്ന്. അതായത് 1 ദിനവൃത്താന്തം, ക്രോണിക്കിൾസ്, ഫസ്റ്റ് ക്രോണിക്കിൾസ് 15, ഫസ്റ്റ് ക്രോണിക്കിൾസ് 15
2 and 13. അന്ന് ദാവീദ്, ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരല്ലയോ ദൈവത്തിൻ്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യെസ്, ഈ ഒരു കാര്യം നമ്മൾ ഓർത്തോണം. അതായത് ദാവീദിന് ദൈവം ഒരു വെളിച്ചം കൊടുത്തതിന് ശേഷം ദാവീദിന് മനസ്സിലായ ഒരു കാര്യമാണ് തിരുവെഴുത്തിൽ. അതിനുശേഷം ആ ഒരു 13 കൂടെ ഒന്ന് വായിക്കണേ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായ്ക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അതായത് നമുക്കറിയാം, ഇത് നമുക്കറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. ദാവീദ് അവിടെ മാനസാന്തരപ്പെടുകയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യം അന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ഉസായ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോയി. അതായത് ഇത് ലേവ്യർ ആദ്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ആ ഒരു പെട്ടകത്തെ ആ ഒരു കാളവണ്ടിയിൽ എടുത്തുകൊണ്ട് വന്നു. രണ്ടാമത്തെ കാര്യം, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ലേവ്യരാണ് അതിനെ തോളിൽ എടുത്തുകൊണ്ട് വരേണ്ടത്. അത് അവരനുസരിച്ചില്ല. അതുകൊണ്ട് എന്തുവാ സംഭവിച്ചത്? അതായത് ദാവീദിനുണ്ടായ ഒരു വലിയ വെളിച്ചമാണ്. അതായത് ഇത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. 2 സാമുവൽ 6. ഞാനിതൊന്ന് ഓർമ്മിപ്പിക്കാനാണ്, എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോവുകയല്ല, നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. 6ൻ്റെ 1 തൊട്ട് ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 2 സാമുവൽ 6, 6ൻ്റെ 1 തൊട്ട്. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി, കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. യെസ്, അപ്പം ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ. അതായത് വിരുദ്ധന്മാരായ, ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം ഏഞ്ചൽ. നൗ Again David gathered all the choice men of Israel, 30,000, and David arose and went with all the people who were with him from Baale, Judah, to bring him from there the ark of God, whose name is called by the name the Lord of hosts, who dwells between the cherubim. യെസ്, അതായത് ദാവീദിനെ സംബന്ധിച്ച് വിരുദ്ധന്മാരായ 30,000 പേർ, യഥാർത്ഥത്തിൽ അത് എടുക്കേണ്ടിയിരുന്നത് ലേവ്യരായിരുന്നു. അപ്പോൾ ഇത് ദാവീദിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചില്ല. അതായത് ഒരു ജഡത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ് നമുക്കവിടെ കർത്താവ്. അതായത് നമുക്കറിയാം, ഫിലിസ്ത്യർ പശുവിൻ്റെ പുറത്താണ് ആ ഒരു പെട്ടകം കൊണ്ടുവന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് അത് അലൗഡ് അല്ലായിരുന്നു. എന്നിട്ടും അവർ അത് ചെയ്തു. അത് വായിച്ചോ സിസ്റ്റർ? അത് പെട്ടെന്ന് നമുക്കതൊന്ന് തീർക്കാം. അത് 3 തൊട്ടും അതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും, മൂസ മരിക്കുന്നവരെ. അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാവിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിൻ്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ ആഹ്യ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരള മരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഖോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. ഇതിന്ന് സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. യെസ്, കർത്താവ് മാറ്റമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, കഴിഞ്ഞ ചൊവ്വാഴ്ച, നിത്യസ്നേഹത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു. ഇത് ഇന്ന് സംഭവിക്കാം. കർത്താവിൻ്റെ ആ ഒരു ദീർഘക്ഷമ. യെസ്, ആദ്യം കാള ഇവിടെ വരാനേ പാടില്ലായിരുന്നു. എന്നാൽ അതായത് ലേവ്യർ അവിടെ തോളിലെടുക്കേണ്ട നിയമപെട്ടകം ആ ഒരു ദാവീദിന് അന്ന് അതറിയാതെ പോയി എന്തോ. എന്നാൽ ആ വിരുദ്ധന്മാരെയും കൊണ്ട് ആ ഒരു കാളയുടെ പുറത്ത് വന്നപ്പോഴത്തേക്ക്, അതും അബീനാദാബിൻ്റെ വീട്ടിലായിരുന്നു. നമുക്കിതൊക്കെ അറിയാം, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ ഇതൊന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടത്? നമ്മൾ എത്ര ലഘുവായിട്ട്, ഇന്നിപ്പം നമ്മൾ ആ ഒരു വാക്യം പറഞ്ഞു, ഭയഭക്തി നിമിത്തം. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അനോയിൻറ്റ് ചെയ്യും, നമ്മളെ വാണിംഗ് ചെയ്യും. അതായത് ബൈബിള് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വന്നതിന് നമ്മൾ നേരത്തെ ആ ഒരു റോമറിൽ പറഞ്ഞോളൂ, അത് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വായിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് ഒരു അനുഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ അതായത് വേറൊന്നും പറയാൻ ഞാൻ അർഹനല്ല. പക്ഷേ കർത്താവിൻ്റെ ആ ഒരു നിയമത്തിനൊരു വ്യത്യാസമല്ല. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്.
യെസ്, ആ ഒരു കാര്യം, ആ ഒരു ഭയഭക്തി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത് ജസ്റ്റ് ഒരു ദൃഷ്ടാന്തമായിട്ട്, അതായത് ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇത് മറന്നു പോകരുത്. കർത്താവ് അന്നും ഇന്നും അവൻ ഒരു മാറ്റവും ഇല്ലാത്തവരാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്താം. നമുക്ക് ആ ഒരു റോമറിൽ തന്നെ മടങ്ങി വരാം. റോമർ 2 2:4 പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് 2:4 പറയുന്നത്, അതായത് എന്തുവാ അവിടെ പറയുന്നത്? അതായത് അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിൽ നിന്ന് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വയ്ക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ട ഒരു വാക്യമുണ്ട്, ദൈവം മുഖഭക്ഷമില്ലാത്തവനാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ഇവിടെയും കാണാം. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട് ദൈവത്തിന്. അതായത് 11 വായിക്കാമോ? 2:11. For there is no partiality with God. യെസ്, ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ട കാര്യമാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. അതായത് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ്, അതായത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഹൃദയത്തിലും തന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം ആ ഒരു ഭയഭക്തിയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു കാര്യം, നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ എത്രത്തോളമാണ് നന്ദിയോടുകൂടെ ആയിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. യെസ്, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ആ ഒരു ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് അറിയേണ്ട പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും, അതായത് പുതിയ നിയമം പഴയ നിയമമൊന്നും ഇല്ല, എന്നാൽ ആ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ അതായത് നമുക്കവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് മുമ്പേ നമ്മൾ എടുത്തത് 2 ക്രോണിക്കിൾസിൽ, അല്ല സോറി, നോട്ട് ക്രോണിക്കിൾസ്, 2 കൊരിന്ത്യൻസ്. ഇപ്പം നമ്മൾ കേട്ട വചനം തന്നെ ആ ഭയഭക്തിയോടുകൂടെ നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ, അതായത് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ആ ഒരു 6-ാമത്തെ അധ്യായം 2 കൊരിന്ത്യൻസ് 6 ആ ഒരു അധ്യായം തന്നെ നമ്മൾ വായിക്കണം. എന്നാൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. 2 കൊരിന്ത്യൻസ് 6 അതായത് 6 16 തൊട്ട് 17 വരെ, 16 and 17 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ദൈവാലയത്തിൽ നിന്ന് വിഗ്രഹങ്ങളോട് എന്തു യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഈ ഒരു കാര്യം, നമ്മൾ ആരാണ് എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവോടെ ഓർപ്പിക്കുന്നുണ്ട്. അതായത് ദൈവം നമ്മെ എല്ലാം വീണ്ടെടുത്തതാണ്, നമ്മെ കർത്താവിൻ്റെ ആ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിച്ചതാണെന്ന് പറയുമ്പം ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നൊരു വാക്യമുണ്ട്, അതായത് നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. തൊട്ടടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നല്ലോ. യെസ്, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെതായിരിക്കുന്നത്. നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധിയുള്ള കാര്യം അലൗഡ് ആണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പല കാര്യങ്ങളും നമ്മെ ഡിഫൈൻ ചെയ്യാം, എന്നാൽ ദൈവം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആരാണ്. ഏഞ്ചൽ അതൊന്ന് വായിക്കാമോ? 16 ഇംഗ്ലീഷ്. And what agreement has the temple of God with idols? For you are the temple of the living God, as God has said, I will dwell in them and walk among them. I will be their God, and they shall be my people. Therefore, come out from among them and be separate, says the Lord. Do not touch what is unclean, and I will receive you. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ദൈവം തന്നപ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെ നമ്മൾ കടന്നുപോയി നമുക്കറിയാം. പരിശുദ്ധാത്മാവ് യേശു കർത്താവ് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പരിശ്രമിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഇടുക്കുവാതിലൂടെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കടക്കാൻ സാധിച്ചു, എത്ര വിശാലമായ കാര്യങ്ങൾ നമുക്ക് കടക്കാൻ സാധിച്ചു, ഏതൊക്കെ മേഖലകളിൽ നമുക്കൊന്ന് തടയുവാൻ സാധിച്ചു. യെസ്, ഈ വഴി കൂടെ പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യം.
കർത്താവ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അതായത് ഇവിടെ പറയുന്നുണ്ട് അശുദ്ധമായതൊന്നും തുടരുത് എന്നുള്ളൊരു കാര്യം. എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അശുദ്ധി ആപ്ലിക്കബിൾ ആവുന്നത്? അതായത് ആ അശുദ്ധി തൊട്ടില്ലെങ്കിൽ ഉള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. യെസ്, ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കുവാതിലൂടെ കടക്കുക എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഒരു വചനം വായിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതാണ് ഇടുക്കുവാതിൽ. നമുക്കറിയാം ആ ഒരു വചനം വിട്ട്, അതായത് നമുക്ക് നമ്മുടെ ആരോട് കൂടണം, അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണം, ആരെയും തള്ളിക്കളയാൻ കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് തടയപ്പെടുന്ന മേഖലകളുണ്ട്, നമുക്ക് പോകേണ്ടുന്നാത്ത വഴികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല കൂട്ടുകാരും നമ്മുടെ ജീവിതത്തിലുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും നമ്മളെ സ്വാധീനിക്കാം. പക്ഷേ നമ്മൾ ആരുടെ മക്കളാണ് എന്നുള്ളൊരു കാര്യം, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ, കർത്താവ് നമ്മെ ഈ ലോകത്ത് നടക്കാൻ നമുക്ക് അതിനുള്ള ആ ഒരു യോഗ്യത തന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളൊരു കാര്യം. യെസ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതിനുശേഷമാണ് ആ ഒരു ദൈവം പറയുന്നത്, ആ ഒരു പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഭയഭക്തിയോട് നിങ്ങളുടെ വിശുദ്ധി പൂർത്തിയാക്കണം എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, അതായത് ഈ സഭയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് പല വാണിജ്യങ്ങളും പല സഹോദരങ്ങളിലൂടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുമുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ നമ്മൾ എത്രത്തോളമാണ് നമ്മൾ കർത്താവിലായിരിക്കുന്നതെന്നുള്ളൊരു കാര്യം. ഇതിനോട് ചേർത്ത് 1-2 കാര്യങ്ങൾ. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 8 അത് അവിടെ മോശെ പറയുന്നൊരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകത്തെ പറയുന്നത് റോമാലേഖനം പോലെ പഴയ നിയമത്തിലുള്ളൊരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. അതായത് ഡ്യൂട്രോണമി 8 1 തൊട്ടൊന്ന് വായിക്കാമോ? ഒന്ന് നിർത്തി. ഡ്യൂട്രോണമി 8:1-10 വരെ ഒന്ന് നിർത്തി ഒന്ന് സൗകര്യം വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ചു നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനും നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അതായത് അവർക്ക് ആ ഒരു മരുഭൂമി യാത്രയിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട്, അതായത് കനാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പം ആ മരുഭൂമിയിൽ യാത്രയിൽ അവരെന്താണ്, കർത്താവുമായിട്ട് എങ്ങനായിരുന്നു, ദൈവമാണ് മിസ്രയീമിൽ നിന്ന് അവരെ വിളിച്ച് ഇറക്കിയത്, ആ മരുഭൂമിയിൽ പോലെ ആരാധിക്കുവാനാണ് അവരെ ഇറക്കിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ മരുഭൂമിയിലായിരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ കുറേ നന്മകളുണ്ടായിരുന്നു. നന്മകൾ ഇൻ ദ സെൻസ്, രാവിലെ എഴുന്നേറ്റാലേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവർക്ക് അതിന് കുറേ, അതായത് അതുപോലെ തന്നെ മേഘം പൊങ്ങുന്ന സമയത്ത് മേഘത്തിൻ്റെ വേണ്ടി അവർ നോക്കിയിരുന്നു. മേഘം നീങ്ങുന്ന സമയത്തായിരുന്നു അവരുടെ യാത്ര. അതുപോലെ പല കാര്യങ്ങളും ദൈവം അവരോട് അത്ര ക്ലോസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു, അതായത് കനാൻ, അതായത് സ്വന്തമായിട്ടൊരു ലാൻഡ് അവർക്ക് കിട്ടാൻ പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് മോശെ അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്തായിരിക്കണം. അതായത് അവിടെ മരുഭൂമി യാത്രയിൽ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം എന്നുള്ളൊരു കാര്യം. ഒന്ന് ഇംഗ്ലീഷ് വായിക്കാമോ? 8:1-2 പെട്ടെന്ന് ഇവിടുന്ന് വായിക്കാം. Every commandment which I command you today, you must be careful to observe, that you may live and multiply, and go in and possess the land of which the Lord swore to your fathers. And you shall remember that the Lord your God led you all the way these 40 years in the wilderness to humble you and test you to know what was in your heart, whether you would keep his commandments or not. സൗരി വായിച്ചോ, 3-10 വരെ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് പറഞ്ഞത്. നമ്മൾ കർത്താവിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അതായത് ആ ഒരു ലാൻഡിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും വേണ്ടത് കർത്താവിൻ്റെ വചനമാണ്. അതായത് അവിടെ പറയുന്നുണ്ട്, മന്ന, സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിക്കാമെങ്കിൽ കർത്താവിനൊന്നും അസാധ്യമല്ല. ആ ഒരു മന്നയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ കേട്ടിട്ടില്ല. ആ ഒരു മന്ന അത്രത്തോളം വലുതായിരുന്നു. അതായത് അവർക്ക് ആ ഒരു മന്ന ദൈവം കൊടുത്തു. അതായത് ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്താണ്, എന്നാൽ ആ ഒരു മന്ന കർത്താവിന് കൊടുക്കാമെങ്കിൽ
ആ ഒരു മന്നേക്കാൾ ഉപരിയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു വചനം വേണ്ടതെന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ് അവരെ ഓർപ്പിക്കുന്നു. അതായത് ഈ മന്ന തരാൻ സാധിക്കുമെങ്കിൽ ബാക്കി ഒന്നും, അതായത് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു ദൈവത്തിന് അസാധ്യമെന്നൊരു വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപയോഗിക്കരുത്. ദൈവത്തിനല്ല, മനുഷ്യനാണ് കാണുമ്പോൾ അസാധ്യം തോന്നുന്നത്, ദൈവത്തിനെല്ലാം വളരെ നോർമലാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വചനം, അതായത് ദൈവത്തിൻ്റെ വചനം, ഇത് തന്നെയാണ് യേശു കർത്താവിനെ പരീക്ഷിച്ചപ്പം പറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അതായത് അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മൾ വിട്ടുപോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തരാൻ കർത്താവ് ശക്തനാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും ഈ ഒരു വചനം, ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണമെന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവോടെ ഓർപ്പിക്കുന്നു. അതിന് ശേഷം തൊട്ട് 4 വായിച്ചു, 4 തൊട്ട് 10 വരെ ഒന്ന് വായിച്ചു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലയോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷിതമായി ഉപജീവനം കഴിക്കുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടി എടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഈ ഒരു കാര്യം, അതായത് ഞാൻ ആരെയും ചലഞ്ച് ചെയ്യുമല്ല, എങ്കിൽ അത് 10 ഒന്ന് വായിക്കാമോ? 10. When you have eaten and are full, then you shall bless the Lord your God for the good land which he has given you. ഈ ഒരു കാര്യം എന്നെയും കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു കാര്യമാണ്. നമ്മൾ എത്ര പേര് ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? അതായത് ഇവിടെ ജീവിക്കുന്ന പിള്ളേർ, അതായത് ആർക്കും വിശപ്പോ പട്ടിണിയോ ദാഹമോ ഉണ്ടാവണമെന്നുള്ളതല്ല. അതായത് ഇതിനകത്ത് കണ്ടന്റ് ഇതേ ഉള്ളൂ. ദൈവം സ്വന്തം മക്കളെ ഒരിക്കലും വിശപ്പ് കൊടുക്കുന്നില്ല. അതായത് നമ്മുടെ മക്കൾ പട്ടിണിയാണെങ്കിൽ പട്ടിണിയിടാൻ ഏതെങ്കിലും അപ്പനോ അമ്മയ്ക്കോ സ്വന്തം മക്കളുടെ കാര്യത്തിൽ സാധിക്കും. അതുപോലെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്യാൻ, കർത്താവ് ഇത് എവിടുന്ന് വന്നു അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ള, അതായത് നമുക്കത് കഴിക്കാൻ സാധിക്കുന്നല്ലോ കർത്താവ്, ഇതിനായിട്ട് ആ ഒരു ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വചനം ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്, നമ്മൾ ആരെയും പറയാനല്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് എന്താണെന്ന് ദൈവം പറയുന്നൊരു കാര്യം ഇതാണ്. നമുക്കൊരു വിചാരമുണ്ടാവണം. അതായത് ഇതൊക്കെ നിസ്സാരമല്ല, അതായത് ഇത് ദൈവം തരുന്നതാണെന്നുള്ള ധാരണയോടുകൂടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ, ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അത് ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ. ആ ഒരു ദൈവത്തെ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ അതിനപ്പുറം ഒന്നില്ല. എന്നാൽ ഒന്നും, അതായത് മനുഷ്യൻ്റെ ജീവിതം നമുക്കറിയാം ആയുസ് എത്രത്തോളമാണ്. പക്ഷേ നമ്മുടെ ഈ ലോകത്തല്ല നമ്മുടെ പ്രത്യാശ. നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കർത്താവ്, നമ്മളെ കൂടെ നിർത്തുന്ന ഒരു കർത്താവ്. നമുക്ക് ആ ഒരു കാര്യം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹിക്കണം എന്നുള്ളൊരു കാര്യം പലപ്പോഴും അതായത് രക്ഷിക്കപ്പെട്ട പൈതലാവാം, അതായത് പൈതലോ ആരോ ആവാം, അവരൊരിക്കലും ചിന്തിക്കരുത് കർത്താവ് ഈ ഒരു കാര്യം, അതായത് ആ ഒരു മടങ്ങി വന്നാൽ കൈവിടുന്ന ദൈവമാണെന്നുള്ളത്. അതായത് ഇതിനകത്ത് തന്നെ തൊട്ടടുത്ത്, അതായത് താഴെ അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 19-20 കൂടെ ഒന്ന് വായിച്ചോ പെട്ടെന്ന്. അതിനകത്ത് നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുന്നതുകൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ഒരു വലിയ വാണിംഗ് അവിടെ ദൈവം തരുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഈ ഒരു ദൈവത്തെ നമ്മൾ മറക്കരുത് എന്നുള്ളൊരു കാര്യം. അത് നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അവർ പ്രവാസത്തിലേക്ക് 70 വർഷം പോയി.
എന്നാൽ ഇവിടെ ദൈവം ആദ്യമേ അവർക്ക് വാണിംഗ് കൊടുത്തു, അത് അവർ തിരിച്ചറിഞ്ഞില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. നമ്മളിത് പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദൈവത്തെ മറന്നു കളയുന്ന എത്രയോ അനുഭവങ്ങൾ, നമുക്ക് ആരെയും വിരൽ ചൂണ്ടണം, ഞാൻ എന്നതിന് ആ ഒരു ദൈവത്തെ മറന്നു കളയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവത്തിൻ്റെ നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ ലോകമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടേതാകുന്ന രീതിയിൽ, അതായത് നമ്മുടെ കൂട്ടുകെട്ടിലും, ഇന്ന് കുറച്ച് നേരത്തെ ആ ഒരു കൊരിന്ത്യരിൽ പറഞ്ഞ പോലെ നമ്മളെ ആരുമായിട്ടാണ് നമ്മുടെ കൂട്ട്, അല്ലെങ്കിൽ ഏത് മലിനത അല്ലെങ്കിൽ ഏത് കാര്യമാണ് അശുദ്ധിയാണ് നമ്മളെ തൊട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. യെസ്, പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ആരാണ് എന്നുള്ളൊരു കാര്യം. നമ്മൾ അങ്ങനെ ആയിത്തീരരുത്. ആ ഒരു ഐഡിയലിനെ നമ്മൾ ആരാധിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യരുത്. അത് ഏറ്റവും വലിയ അപകടമാണ്. അതായത് ഇവിടെ ആ ഒരു 19-20, എന്നാൽ 18 പോകുമ്പോഴത്തേക്ക് അവിടെ പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അതായത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പല പാരമ്പര്യങ്ങളും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് വന്നു ഇതാണെന്ന്. പക്ഷേ കർത്താവ് പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ആ ഒരു ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് നമുക്ക് കുടുംബപരമായിട്ട് കിട്ടട്ടെ, എങ്ങനെയായാലും കിട്ടിക്കോട്ടെ, പക്ഷേ ഇതൊക്കെ ഉണ്ടായത് ദൈവത്തിലൂടെയാണ് എന്നുള്ളൊരു കാര്യം. അതായത് ഇത് മോശെ ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഈ ഒരു വഞ്ചന പറ്റി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു വഞ്ചന പറ്റരുത് എന്നുള്ളൊരു കാര്യം. അതായത് യേശു കർത്താവ് ലൂക്കിൽ പറയുന്നുണ്ട്, അതായത് അശുദ്ധാത്മാക്കൾ, അതായത് കർത്താവ് അവരോട് പറയുന്നുണ്ട്, അധർമ്മികളായുള്ളവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ. അതായത് അവിടെ അതായത് കർത്താവിനോട് വന്ന് പറയുന്നുണ്ട്, കർത്താവെ നമ്മൾ പല അത്ഭുതങ്ങൾ ചെയ്തു, പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതായത് ഇതൊക്കെ അവരോട് പറയുമ്പം ദൈവം പറയുന്നുണ്ട്, അതായത് അധർമ്മികളായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ എന്നുള്ളൊരു കാര്യം. അതായത് അധർമ്മികൾക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കുമോ? പക്ഷേ അവിടെ അവർ പറയുന്നുണ്ട്, നിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ആർക്കും എന്തും ചെയ്യാം. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതല്ല, നമ്മൾ കർത്താവിൻ്റേതായി എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പം കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നിട്ട് ഓരോ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നതാണ് പലത്. ഈ ഒരു കാര്യം നമ്മുടെ പേര്, അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പല മേഖലകളിലൂടെ, അതായത് നമുക്കറിയാം ആ ഒരു ബെയ്സൈദ കുളത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യർ വെള്ളത്തിൻ്റെ ഓളം തട്ടുന്നത് മാത്രമായിരുന്നു അവിടെ ശ്രദ്ധ, ബാക്കി എന്ത് ചുറ്റും നടന്നാലും അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുപോലെയാണ്. എന്നാൽ കർത്താവ് വന്ന ആ ഒരു കാര്യത്തിന് മാറ്റം കൊടുത്തത് നമ്മൾ കണ്ടു. അതുകൊണ്ട് കർത്താവ് ഇടപെട്ട ഓരോ കാര്യങ്ങളും, യേശു കർത്താവ് ആ മാത്യു തൊട്ട് വായിച്ചാൽ നമുക്ക് കാണാം, കർത്താവ് തൊട്ട ഓരോ കാര്യങ്ങളും വ്യത്യാസമായിരുന്നു. അതാണ് കർത്താവ്. അവൻ ഇന്ന് പ്രവർത്തിക്കുന്ന പോലെ അല്ല നാളെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവൻ അവസാനത്തോളം നോക്കും, അന്ത്യത്തോളം അവൻ നോക്കും. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്താൻ നമുക്ക് പെട്ടെന്ന്, എനിക്കറിയാം സമയം പോകുന്നു. അതായത് ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു കേട്ട വചനം, ആ ഒരു റോമർ 2:4, നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. യെസ്. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? യെസ്. 5. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വെക്കുന്നു. ഒരിക്കലും സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല. വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം. അതായത് അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരം, അതായത് നമ്മെ ഓരോരുത്തരും, അതായത് നമുക്കറിയാം മാനസാന്തരത്തിൻ്റെ 3 തലം, അതായത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ 3 തലമുണ്ട്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെയും നോക്കാം. അതായത് വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട്, അതായത് നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ആ ഒരു കർത്താവിനെ അറിയുന്നു. എന്നാൽ തൊട്ടടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇമോഷണാലിറ്റി, അതായത് ആ ഒരു ഇന്നിപ്പം പറഞ്ഞതുപോലെ ഭയഭക്തി നിമിത്തം വിശുദ്ധിയത്തേക്ക് ആ ഒരു ഇമോഷണൽ ഒരു സ്റ്റേജ് ഉണ്ട്. എന്നാൽ അവസാനം നമ്മൾ ആ ഒരു കർത്താവിൻ്റെ ഒരു വിൽഫുൾനെസ് ഉണ്ടാവണം. ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നോഹയെ നോക്കിയാൽ നമുക്കറിയാം, ആ ഒരു കർത്താവിനെ, അതായത് അറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞു. അതിനുശേഷം നോഹ ചെയ്ത തൊട്ടടുത്ത കാര്യം, അവനിൽ ഭയഭക്തി ഉണ്ടായിരുന്നു. അവനിൽ ആ ഒരു ഭയവും ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തവൻ ചെയ്തു? അവൻ ആ ഒരു ആർക്കുണ്ടാക്കി.
അതായത് ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി. ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം സക്കായിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ, സക്കായി ആ ഒരു ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ആ ഒരു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് അറിയാൻ വേണ്ടി അവൻ അതായത് സൈസിൽ കുറഞ്ഞവനാണെങ്കിലും അവൻ ആ ഒരു കാട്ടത്തിന്മേൽ കയറി ആ ഒരു ദൈവത്തെ നോക്കി കർത്താവ് അറിഞ്ഞു. ആ ഒരു കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ആ ഒരു ദൈവത്തോടൊരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. അവസാനം അവനുള്ളതൊക്കെ, അതായത് അവൻ എന്തൊക്കെ തെറ്റായിട്ട് അവൻ വാങ്ങിച്ചു എന്ന് അവന് മനസ്സിലായോ, അതെല്ലാം അവൻ ദൈവത്തിന് തിരിച്ചു കൊടുത്തു. ആ ഒരു ഇതുപോലെ തന്നെയാണ് ഓരോരുത്തരെയും, അതായത് ഇത് ഓരോ വ്യക്തികളുടെ ഉണ്ടാവണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലായിരുന്നു നമുക്കറിയാം, ദൈവത്തെ അറിഞ്ഞു, ആ ഒരു ദൈവത്തോട് അവന് ഭക്തിയും അവന് ബഹുമാനം ഉണ്ടായിരുന്നു. അവൻ ആ ഒരു ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും, അതായത് ഇത് എല്ലാവരുടെയും കാര്യത്തിൽ നമുക്കറിയാം, രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ കാര്യത്തിലായാലും, അതായത് എല്ലാവരുടെയും കാര്യത്തിൽ ആ ഒരു കാര്യം ഉണ്ടായിരിക്കണം. നമുക്കിതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഞാൻ ഈ എബ്രായർ 11:7 ഒന്ന് വായിക്കാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇത് എത്രത്തോളമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാര്യം. അതായത് അവിടെ പറയുന്നു വിശ്വാസത്താൽ, ഈ പറഞ്ഞ കാര്യം നോഹയുടെ ജീവിതത്തിൽ, അതായത് അവൻ ദൈവത്തെ അറിഞ്ഞു, ആ ഒരു ഭയഭക്തി അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, അവന് വൈകാരികമായിട്ട് ആ ഒരു കർത്താവുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വൈകാരികത കൊണ്ട് നിന്നിട്ട് കാര്യമില്ല, അതിന് ശേഷം തൊട്ടടുത്ത് അതിന് എന്ത് ആക്ഷനാണ് എടുത്തത്. അതായത് പിശാച് ദൈവത്തെ അറിഞ്ഞു, ദൈവം ആരാന്ന്, ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞു, ദൈവം ആരാണെന്ന് വിറയ്ക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതോടുകൂടെ പിശാച് അവിടെ തീർന്നു. അവന് പിന്നെ അതിനൊരു എക്സിക്യൂഷൻ, അതായത് വിൽനെസ് ഇല്ലായിരുന്നു, ഒരു വിൽഫുൾനെസ് അവനില്ലായിരുന്നു. അതാണ് നമുക്ക് പക്ഷെ അതുണ്ട്, ദൈവം തന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു കാര്യം. അതായത് വിശ്വാസത്താൽ നോഹെ അതുവരെ കാണാത്തവയെക്കുറിച്ച്, നമുക്കറിയാം മഴയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു അതായത് നമുക്കറിയാം ഒരു രക്ഷയുടെ അനുഭവം. അതായത് നമുക്കറിയാം ആ ഒരു കാരാഗൃഹ പ്രമാണി പൗലോസിനോട് ബർന്നബാസിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, യജമാനന്മാരെ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും, അതായത് ദൈവം എപ്പോഴും അതാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരാളെ അല്ല, ആ ഒരു കുടുംബത്തെ മൊത്തത്തിൽ. അതായത് ഈ ഒരു കാര്യം ഇതുപോലെയാണ്. അതായത് ആ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമാണ്, പക്ഷേ രക്ഷയല്ല, രക്ഷയ്ക്ക് അപ്പുറം ഒരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ ജീവിക്കേണ്ട ആ ഒരു കർത്താവിലുള്ള പ്രത്യാശയിലാണെന്നുള്ളൊരു കാര്യം. രക്ഷ കൊണ്ട് തീർന്നില്ല, ശരിയായിട്ടുള്ളൊരു രക്ഷ ഉണ്ടായില്ലെങ്കിൽ അത് ഫണ്ടമെൻ്റൽ ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് ഇവിടെ പെട്ടെന്ന് നമുക്ക് വായിക്കാം, അതായത് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടെന്ന് തീർത്തു, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. നമുക്കറിയാം ലോകത്തെ എങ്ങനെ അവൻ കുറ്റം വിധിച്ചെന്നുള്ളത്. അതായത് ലോകത്തിനൊരു മാതൃകയായി തീർന്നു. അവൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെടണം. ആ 120 വർഷത്തോളം നോഹ ആ ഒരു പ്രസംഗിച്ചു. അത്രത്തോളം, അതായത് അവനെ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിച്ചു, അവനെ ഒരു സാമ്പിളാക്കി. അതായത് ആ ഒരു കാലത്ത്, അതായത് നോഹയുടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം എന്നുള്ളതാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം. ഇപ്പോൾ നമുക്കറിയാം യാക്കോബിനെ ഉപായി എന്ന് പറയുമ്പോൾ നോഹയെക്കുറിച്ച് പറയുന്നത് അവനൊരു ആശ്വാസമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നോഹ കുറ്റം വിധിച്ചു, അതായത് ന്യായം കൽപ്പിച്ചു എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ മുമ്പാകെ അവനൊരു മാതൃകയായിരുന്നു. നോഹയെ നോക്കി നമുക്ക് പഠിക്കാമെന്നുള്ളൊരു കാര്യം, ആ ഒരു കാര്യമാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. നോഹ അങ്ങനെ ജീവിച്ച് കാണിച്ചതുകൊണ്ട് മറ്റുള്ള ആ ഒരു പാപ ലോകത്തിൽ ആ ഒരു ജലപ്രളയം കൊണ്ട് മൊത്തം നശിപ്പിച്ച ആ ഒരു സമയത്ത് നോഹ ഒരു മാതൃകയായിട്ട് അവിടെ നിന്നു. അതുകൊണ്ട് നോഹ മാത്രമല്ല, നോഹയുടെ കുടുംബം മൊത്തവും അവൻ്റെ പ്രസംഗം കേട്ടു, അവരെല്ലാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. എന്നാൽ അതിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നമുക്കറിയാം അതായത് നമുക്കറിയാം കർത്താവിൻ്റെ നീതിയാണ് അവൻ നമ്മെ നീതിമാനാക്കി എന്നുള്ളൊരു കാര്യം. അത് നമ്മുടെ രക്ഷയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ആ രീതിയിൽ നമുക്കെടുക്കാം. എന്നാൽ ഇവിടെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് നമുക്ക് ഓരോരുത്തർക്കും പ്രതിഫലമുണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മളൊരു ബൈബിൾ എടുത്ത് വരികയോ നമ്മളൊരാളോട് സാക്ഷ്യം പറയുകയോ നമുക്ക് ആ ഒരു കർത്താവിനെ പറയുകയോ ചെയ്താൽ നമുക്കതിനുള്ള പ്രതിഫലമുണ്ട്. ആ ഒരു കാര്യം അതാണ് അവിടെ പറഞ്ഞത്. അതായത് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇത് നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കാം. ആ ഹീബ്രു 6:10 വായിക്കാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ആ ഒരു കർത്താവിനായിട്ട് നിന്നെങ്കിൽ,
ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. For God is not unjust to forget your work and labor of love which you have shown toward his name, that you have ministered to the saints and do minister. നമുക്കറിയാം ആരാണ് വിശുദ്ധന്മാർ. രക്ഷിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാണ്. നമ്മൾ നമ്മുടെ വിശുദ്ധി പൂർത്തിയാക്കേണ്ടതാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുന്ന കാര്യമുണ്ട്, ദൈവം അനീതിയുള്ളവനല്ല. അതായത് അവിടെ പറയുന്ന കാര്യമുണ്ട്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള എല്ലാത്തിനും. നമ്മുടെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ നമ്മൾ പ്രതിഫലം വാങ്ങിക്കുന്നതല്ല, നമുക്ക് സ്വർഗത്ത് പ്രതിഫലമുണ്ട്. എല്ലാത്തിനും വെറുതെ അല്ല. നമ്മൾ ഈ വെള്ളിയാഴ്ച ആയാലും ഏത് ദിവസമായാലും നമ്മൾ വന്നെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്തെങ്കിൽ, അതായത് നമ്മളൊരു മീറ്റിങ്ങിൽ ഒരാൾക്കൊരു ഗ്ലാസ് ചായ കൊടുത്തെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തെങ്കിലും അതിന് പ്രതിഫലമുണ്ട്. യെസ്, കർത്താവ് വെറുതെ അല്ല ഒരു കാര്യവും ചെയ്യുന്നത്. എന്തെങ്കിലും നടക്കണമെങ്കിൽ അതിന് കർത്താവിന് പർപ്പസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്, അത് വിജോദനം അറിയായിരിക്കും. അതായത് ആ സഹോദരൻ പറയുന്നുണ്ട്, സഹോദര, ഒരു വ്യക്തിയെ ഒരു ചർച്ചിലോട്ട് ദൈവം അയക്കണമെങ്കിൽ കലക്കമുള്ള ചർച്ചിൽ ഒരിക്കലും അയക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പ്രമാണമുണ്ട്, കർത്താവിന് എല്ലാത്തിനും പ്രമാണമുണ്ട്. യെസ്, ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. യെസ്, നമ്മൾ പലപ്പോഴും പറയും സുവിശേഷം പറയാനുള്ള കഴിവോ ഒന്നും നമുക്കില്ല, നമുക്കതുകൊണ്ട് നമ്മൾ മിണ്ടാതെ നടക്കുന്നു. പക്ഷേ ദൈവം പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടെ, ആ ഒറ്റ കാര്യം കൂടെ ഞാൻ വായിച്ചിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നത്, ഫസ്റ്റ് പീറ്റർ 3:15 കൂടെ വായിക്കുക. ഞാൻ അതോടെ നമുക്ക് നിർത്താം. ഫസ്റ്റ് പീറ്റർ 3:15 അതും കൂടെ ഒന്ന് വായിച്ചേരാം. നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, അവിടെയും പത്രോസ് ഓർമ്മിപ്പിക്കുന്ന പറയും ഭയഭക്തി കർത്താവിൻ്റെ, അതായത് ഈ ഒരു വികാരം നമ്മുടെ ജീവിതത്തിൽ, ഭയഭക്തി കർത്താവിൻ്റെ കാര്യത്തിൽ. അതായത് എന്നാൽ പക്ഷേ അവിടെ അതല്ല കണ്ടന്റ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും. നമ്മൾ അങ്ങോട്ട് പോയി പറയണ്ട, ദൈവം നമ്മുടെ അടുത്തോട്ട് അയക്കും. പക്ഷെ നിൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊരു വാഞ്ച ഉണ്ടായിരിക്കണം, നിൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചൊരു താല്പര്യം ഉണ്ടായിരിക്കണം. നിൻ്റെ കാര്യമല്ല, കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചതും വില കൊടുത്തതും അവൻ്റെ ജീവൻ തന്ന. അപ്പോൾ നമ്മൾ അവിടെ പോയി പറയണ്ട, കർത്താവ് നമ്മളെ ആവശ്യമുള്ളവരെ നമ്മുടെ അടുത്തോട്ട് അയക്കും. എന്നാൽ അവരോട് പറയാൻ നീ റെഡിയാണോ? അതായത് ആ ഒരു കാര്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ നിർത്തി മനസ്സിലാക്കിയ. But sanctify the Lord God in your hearts, and always be ready to give a defense to everyone who asks you a reason for the hope that is in you with meekness and fear. സഹോദര, നിങ്ങളെ ആ ഒരു ജീവനുള്ള ദൈവമാണ് വിളിച്ചത്. നമ്മൾ അതായത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒഴിയാൻ പറ്റത്തില്ല. അങ്ങോട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വ്യക്തികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നുണ്ട്. ദൈവം അവൻ അയക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അതിനോട്ട് ആഗ്രഹം ഉണ്ടായിരിക്കണം. പക്ഷേ അയക്കുന്ന സമയത്ത് നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഒരു കർത്താവ് എന്താ ആ ഒരു വ്യക്തിയോട് ഇടപെടേണ്ടത്? നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്താം. ഞാൻ ആ ഒരു കർത്താവിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ആ ഒരു വായിച്ച കാര്യം ഒന്നും കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി, ഇതൊക്കെ കർത്താവ് പലപ്പോഴും പലർക്കും അത്ഭുതമായിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് എന്തുകൊണ്ട് വന്നില്ല, കർത്താവിൻ്റെ മടങ്ങിയവരോ എന്തുകൊണ്ട് ഡിലേ ആവുന്നു? പക്ഷെ ഒരു കാര്യം നമ്മൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം, എന്തിനാണ് ഡിലേ ആവുന്നത്? അനേകം പേർ ഇനിയും ഉണ്ട്. ആ ഒരു കർത്താവ് അവരെ ഒന്നും നരകത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കർത്താവിൻ്റെ ദീർഘക്ഷമയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ആ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ തന്നത് അവരെയൊക്കെ ദൈവരാജ്യത്ത് വേണമെന്നുള്ളൊരു കാര്യം. യെസ്, അതാണ് അവൻ്റെ ദീർഘക്ഷമ. അതുകൊണ്ട് അവൻ്റെ മാനസാന്തരം ദൈവം തരുന്നതാണ്. നമുക്ക് ആ ഒരു കർത്താവിനായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും ഒന്നും വെറുതെ അല്ല, ഒരു കൂടിവരവുകളോ ഒന്നും വെറുതെ അല്ല, ഒന്നും. അതായത് കർത്താവ് പറയാതെ ആരും നഷ്ടപ്പെട്ടും പോകത്തില്ല. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൽ പ്രത്യാശ വയ്ക്കാം, ആ ഒരു കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് എല്ലാത്തിനും മതിയായവനാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പോയി പറയേണ്ട, ഇത്ര കാലം നമ്മൾ പറഞ്ഞിരുന്ന അങ്ങോട്ട് നമ്മളെ അടുത്ത് കർത്താവ് അയക്കും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തിനാണ്? ആ ഒരു കർത്താവിൽ വിശുദ്ധി തികയ്ക്കാൻ. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവ പൈതലും, ശരിയായിട്ടുള്ളൊരു വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതങ്ങളും വിശുദ്ധരാണ്. ആ ഒരു വിശുദ്ധരായിരിക്കുന്ന നമ്മുടെ വിശുദ്ധി ഭയത്തോടും വിറയലോടും കൂടെ വേണം തീർക്കാൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ആ ഒരു ദൈവം
ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മൾ വിട്ടുപോയത്. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്താം. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ.